ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ സർക്കാർ അംഗീകരിക്കുകയോ തള്ളുകയോ ഇല്ല. പകരം ശുപാർശ ഫ്രീസറിൽ സൂക്ഷിക്കും. ശുപാർശകൾ അംഗീകരിക്കാൻ തുടങ്ങിയാൽ മലയാള സിനിമയിലെ പ്രമുഖരിൽ പലരും മോശക്കാരാകും. ലൈംഗിക അതിക്രമ പരാതിയുള്ളതിനാൽ പ്രത്യേകം പരാതിയില്ലാതെ പോലീസിന് കേസെടുക്കാൻ കഴിയും. എന്നാൽ പ്രമുഖർ ഇടപെട്ട് കേസായതിനാൽ അതിനുള്ള സാധ്യതയില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മൊഴികൾ പോലീസ് കണക്കിലെടുക്കണമെന്നില്ല. ഭരണഘടനയിലെ 162 വകുപ്പ് ഉപയോഗിച്ചാണ് സർക്കാർ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത്. അതിനാൽ കമ്മിറ്റിയുടെ നിയമപരമായ സാധുത ചോദ്യം ചെയ്യാനാവില്ല. അങ്ങനെയുള്ള കമ്മിറ്റിക്ക് മുൻപിൽ നൽകിയ മൊഴി അന്വേഷിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. എന്നാൽ മൊഴി നൽകിയവർ പീഡിപ്പിച്ചവരുടെ പേരുകൾ പറഞ്ഞിട്ടില്ല. എന്നാൽ ചിലർ അവരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കമ്മിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ നടന്നാൽ ഉടൻ കേസെടുക്കണമെന്നാണ് നിയമം. എന്നിട്ടും 4.5 കൊല്ലം സർക്കാർ ഇത് കയ്യിൽ വെച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വൈകിയത് സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഇതിന്റെ സൂചനയായി കണക്കാക്കാം. താൻ മന്ത്രിയായി 3.5 വർഷത്തിനിടയ്ക്ക് ഒരു നടിയുടെയും പരാതി കിട്ടിയിട്ടില്ല. WCC അതായത് വുമൻ ഇൻ സിനിമ കളക്റ്റീവ് പോലെയുള്ള സംഘടനകൾ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2 മാസത്തിനകം സിനിമ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സിനിമ സീരിയൽ മേഖലയിലെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും കോൺക്ലേവിൽ വിശദമായി ചർച്ച ചെയ്യും. സിനിമയിലെ എല്ലാ മേഖലയിലെ പ്രതിനിധികളെയും കോൺക്ലേവിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം വായിച്ചിട്ടില്ല. ശുപാർശ മാത്രമാണ് കണ്ടത്. റിപ്പോർട്ട് കൈകളിൽ കിട്ടിയാൽ വായിക്കും. പുറത്തുവിടാത്ത ഭാഗം വായിച്ചിട്ടില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. വിവരാവകാശ കമ്മീഷനാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് പറഞ്ഞത്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിലൊരു വിട്ടുവീഴ്ചയും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഉണ്ടാവില്ല. ഈ കാര്യത്തിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കും. സിനിമാ മേഖലയിൽ വലിയ ഇടപെടലാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് സർക്കാർ കമ്മിറ്റിയെ നിയോഗിച്ചത്. പരാതിയുള്ളവർക്ക് നൽകാവുന്നതാണ്. എല്ലാ മേഖലയിലും പ്രബല വിഭാഗമുണ്ട്. അവർക്കെതിരെ നിർഭയമായി പരാതി നൽകാം. നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 മാസത്തിനുള്ളിൽ സിനിമ കോൺക്ലേവ് നടത്തുമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോൺക്ലേവ് നടത്തിയാൽ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല ഇത് എന്ന് മന്ത്രിക്കും അറിയാം. മലയാള സിനിമയിലെ ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന മൊഴികളും പരാമർശങ്ങളും മലയാള സിനിമാ മേഖലയിൽ അടിമുടി സ്ത്രീവിരുദ്ധത നിലനിൽക്കുന്നതായി റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. ലൈംഗികമായ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് പ്രമുഖർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതായി കമ്മിറ്റിക്ക് മുൻപിൽ നിരവധി വനിതകൾ മൊഴി നൽകിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 55-56 പേജുകളിൽ മലയാള സിനിമയിൽ നടക്കുന്ന ഗുരുതര ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. സിനിമയിൽ അവസരം ലഭിക്കണമെങ്കിൽ വഴങ്ങിക്കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അതിജീവിതകൾ പോലീസിനെ സമീപിക്കാതിരിക്കുന്നത് ജീവഭയം കാരണമാണ്. പരാതിപ്പെട്ടാൽ കുടുംബാംഗങ്ങൾക്കെതിരെയും ഭീഷണി ഉയരാം. ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങാത്തവരെ പ്രശ്നക്കാർ എന്ന് മുദ്രകുത്തി സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്നു. പരാതിപ്പെടുന്നവർ സിനിമയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുകയാണ്. നടി ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ല. പലതും പുറത്തു വരുന്നില്ല എന്നേ ഉള്ളൂ. വനിതാ പ്രൊഡ്യൂസർമാരെ സംവിധായകനും നടന്മാരും അപമാനിക്കുന്ന സംഭവങ്ങളുണ്ട്. മലയാള സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘങ്ങളാണ്. സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ട് വഴങ്ങിയില്ലെങ്കിൽ റിപ്പീറ്റ് ഷോട്ടുകൾ എടുപ്പിച്ച് ബുദ്ധിമുട്ടിക്കും. ഇത്തരത്തിൽ 17 ഷോട്ടുകൾ വരെ എടുത്ത് ബുദ്ധിമുട്ടിച്ചു എന്നിങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ എല്ലാം കേട്ട് ഞെട്ടിയെന്ന് റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്.